എടാ നീ എങ്ങോട്ട് പോന്നേ? എന്തു പറ്റി? എടാ മൂച്ചി, എന്താ ഇവിടെ പറ്റിയേ? മൂച്ചി നിന്നെ ഓടിപ്പോയേ? അവൾ വിഷമിച്ചിട്ടുണ്ടല്ലോ, നീ എന്താ ചെയ്തോളെ? എടാ അത് ഞാൻ എടാ ഇത് നീയും ആഗ്രഹിച്ചത് തന്നെയല്ലേ? നിനക്കും അവളെ ഇഷ്ടം തന്നെയല്ലേ? നിന്റെ സംശയം അവൾക്ക് നിന്നെ ഇഷ്ടമാവുന്നല്ലേ? എടാ ഇപ്പം അവൾ തന്നെ നിന്റെ ഇഷ്ടം എന്നുള്ള രീതിയിൽ കാണിച്ചിട്ട് നീ എന്തിനാണ് അവോയ്ഡ് ചെയ്യുന്നത്? എടാ എല്ലാം അറിയാവുന്ന നീ തന്നെ എന്നോട് ഇങ്ങനെ പറയുന്നേ? എടാ അറിയാം, എനിക്കും ഇഷ്ടമാണ് അവളെ, അവൾക്ക് പ്രത്യേകിച്ച് എന്നോട് ഇഷ്ടമുണ്ട്. പക്ഷേ ഞാനൊരിക്കലും അവളെ ഇഷ്ടപ്പെടാൻ പാടില്ല. എടാ ആ ഒരു കാര്യത്തിന് വേണ്ടി നീ നഷ്ടപ്പെടുത്തുന്നത് നിന്റെ പ്രണയമാണ്. എടാ നീ അതൊക്കെ മറന്നേക്ക്, അതൊക്കെ നീ വിട്. എന്നിട്ട് നീ നിന്റെ മൂച്ചയ്ക്ക് വേണ്ടി ജീവിക്കടാ. എടാ അത് ഞാൻ അതെ, ഇവിടെ നീ അത് ഇതും പറഞ്ഞോട്ട് നിൽക്ക്. വല്ലവന്മാർ വന്ന് നിന്റെ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോണതിന് മുമ്പ് നിന്റെ ഇഷ്ടം അങ്ങ് തുറന്നു പറഞ്ഞേക്ക്. എടാ അത് ഞാനിങ്ങനെ, നീ എന്തി പറയുന്നേ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും അവസാനം അവൻ അവളെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ കിടന്ന് അവിടെ കരയരുത്. നിനക്കറിയാലോ അവനിവിടെ വന്നിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാണെന്നും നിനക്കറിയാം. അതുകൊണ്ട് സൂക്ഷിച്ച് ദുഃഖിക്കണ്ട. ഓ ഗോഡ്, ഞാനിപ്പോൾ എന്താ ചെയ്യാം? ബെല്ല ഇതാര്? സ്നേഹമാണോ? എന്താ പതിവിലാണ്ട് ഈ വഴിക്കൊക്കെ? അതെന്താ സാറാമോ അങ്ങനെ ഒരു ടോക്ക്? എന്താ ഞാൻ ഇവിടെ വരാത്ത പോലെ? അല്ല, 2 ദിവസമായി തമ്പ്രാട്ടീനെ ഇവിടെ കണ്ടിട്ട്, അതാണ് ഞാൻ ചോദിച്ചത്. അല്ല നീ വല്ലതും കഴിച്ചായിരുന്നോ? ഓഹോ അങ്ങനെ. ആ സാറാമ്മ ഞാൻ കഴിച്ചിട്ടാ വന്നേ. പിന്നെ അവളെന്തേ? അല്ല ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ എന്തേ? ഒരൊന്നും ഇവിടെ ഇല്ലേ? എല്ലാവരും ഇവിടെയൊക്കെ തന്നെയുണ്ട്. അല്ല നീ വന്ന് ഞങ്ങളെ കാണാൻ തന്നെയാണോ അതോ? ഒന്നിപ്പോ ചേച്ചിമാരെ വെറുതെ തന്നെ കളിയാക്കാതെ. ഇതാര്? സ്നേഹം? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഇച്ചായനോ? ആ നല്ല വിശേഷം. പിന്നെ ഇച്ചായ സുഖല്ലേ? ഓ നമുക്ക് സുഖത്തിനൊക്കെ എന്ത് കുറവ്, സുഖമായിട്ട് തന്നെ ഇരിക്കുന്നുടാ. പിന്നെ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? മനസ്സിലാവുന്നുണ്ടല്ലോ? അതോ പണ്ടത്തെ പോലെ ഉഴപ്പാണോ? ഏയ് ഞങ്ങൾ ഉഴപ്പൊന്നുമില്ല, ഞങ്ങള് നല്ല കുട്ടികളാ. അത് കണ്ടുവച്ചാലും മതി, നല്ല പിള്ളേര് വന്നിരുന്നു. അല്ല ഞങ്ങൾക്ക് എന്താ കുഴപ്പം? പറ ഇച്ചൻ, എന്താ ഞങ്ങൾ കുറവുണ്ട്? പറ. ആഹാ, എന്താ കുറവെന്നോ? അതിന് നിങ്ങൾക്ക് എന്തുണ്ടായിട്ട് കുറവ് വേണ്ടേ? ചേച്ചിമാരെ ഇത് കണ്ടില്ല എന്നെ കളിയാക്കണത്. ഡാ മതി എന്റെ കൊച്ചിനെ കളിയാക്കിയത്. അവര് നല്ലവർ തന്നെ അല്ലേ? ഓ ഞാൻ സമ്മതിച്ചു തന്നേക്കുന്നു. ഇതാര്? സ്നേഹമോളോ? അല്ല 2 ദിവസമായാലും എവിടെയൊക്കെ കണ്ടിട്ട്? അതെന്ത് ചെയ്യാൻ ഇച്ചായ, കുറെ പഠിക്കാനുണ്ടായിരുന്നു, അതാ വരാതിരുന്ന്. അല്ല സ്നേഹ, നീ ഇന്ന് രാവിലെ പുട്ട് കഴിച്ചിട്ടാണോ എന്നെ? എന്ത് തള്ളല്ല അടിത്തള്ളുന്നേ? ഇച്ചായമാരെ ചേച്ചിമാരൊക്കെ കണ്ടില്ലേ ചെറിച്ചാൻ എന്നെ കളിയാക്കുന്നത്? എടാ മതിയാടാ അവളെ കളിയാക്കിയത്. പിന്നെ സ്നേഹ, അങ്കിളിനും ആൻറ്റിക്കും സുഖം തന്നെയല്ലേ? ആയിച്ചയ്യ സുഖം തന്നെയാ. പപ്പയും മമ്മിയും പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ അവിടേക്കൊന്ന് ഇറങ്ങ്. ആടാ ഒരു ദിവസം ഞങ്ങൾ എന്തെല്ലാം അവിടേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇച്ചാൻ പോടാ, സമയമില്ല. സാറാ ഞാൻ ഇറങ്ങുവാണേ. ആയിച്ചായ പോയിട്ട് വാ.
അപ്പോൾ മെറീനെ ചേട്ടത്തി എടാ ഞാൻ ഇറങ്ങുവാണേ. വരാട്ടോ. ഈസ നോക്കി പോണേ. ആയിച്ചായ പോയിട്ട് വാ. ആയിച്ചായ ഞാൻ നോക്കി പോക്കോളാം. ബൈ. അങ്ങനെ അവരുടെ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ചേച്ചിമാരെ ജർച്ചായ ഞാൻ പോവാണ്ടോ. ബൈ. അവള് മൈൻഡ് ചെയ്തില്ലല്ലേ, അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ നോക്കി ചിരിക്കാനേ മതിയുള്ളൂ. പോടാ അവിടുന്ന്. നിങ്ങളും വന്നോ? അല്ല എന്തോ ടീസ നിന്റെ മുഖത്തിന്റെ ഒരു വട്ടം. ഒരു കുഴപ്പമില്ലടാ, ഐ ആം ഹാപ്പി. ഹാപ്പിയാണെന്ന് വന്ന മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ പൊന്നീസ ഒന്ന് കള്ളം പറയാതെ കാര്യം പറഞ്ഞോടിയിടെ നിനക്ക്. എങ്കിൽ നിങ്ങൾ എന്നെ വഴക്കുറയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഇന്നും ഫുഡ് കഴിക്കേണ്ട വന്നേ. ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ തന്നെ ക്ലാസ്സിലേക്ക് കയറാനുള്ള ബെല്ലടിച്ചു. ബെല്ലടിച്ചത് കൊണ്ട് മാത്രം ഞാൻ നിന്നെ വിട്ടുകണം. ഇന്റർവെല്ലിൽ എന്തായാലും നീ എൻ്റെ കൺമുമ്പിൽ വരല്ലോ. ഇതിനുള്ളത് ഞാൻ തരുന്നുണ്ട്. മോളിപ്പോ ക്ലാസ്സിൽ കയറും. ഓക്കെ ഓക്കെ ബൈ ബൈ ഡാ. കാന്താരി മക്കളൊക്കെ ഇവിടെ വന്ന് നേരത്തെ ഹാജരായിരുന്നു. ദൈവമേ, ഈ ശല്യം ഇന്ന് വന്നോ? ഞങ്ങളൊന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ നീ സമ്മതിക്കില്ല? സമ്മതിക്കില്ല മക്കളെ, സമ്മതിക്കില്ല. ഇവിടെ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നതിന് ക്ലാസ്സിലേക്ക് സാറ് കയറി വരുന്നു. സാറിനെ കാണുന്ന നമ്മുടെ ഈസയും സ്നേഹിക്കും. ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് സാർ. ഓക്കെ ഓക്കെ വൺ സെക്കൻഡ്. ഓ മൈ ഗോഡ്, മൈ ബേബി ഗേൾ, സോ ലുക്ക് ഹോട്ട്. സാർ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഏയ് ഇല്ലെന്നല്ല, ഞാനൊന്നും പറഞ്ഞില്ല. അല്ല, ഈ വന്നിരിക്കുന്ന രണ്ടുപേര് പുതിയ കുട്ടികളാണോ? ഏയ് അല്ല സാർ, അവർ പുതിയ കുട്ടികളൊന്നുമല്ല. സാറ് വന്ന ദിവസം അവർ ലീവായിരുന്നു, അതാ. ഓ ആണോ? എന്നാൽ ക്ലാസ് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും എൻ്റെ ക്യാബിലേക്ക് എന്ന് പറഞ്ഞേ. ഇസ എന്നോട് എന്തെങ്കിലും പറയടാ. എടാ, ഒരേ ഒരു ചോദ്യം, വന്നിട്ടുണ്ടോ? ഈസ ആ വന്നിട്ടുണ്ട്. എടാ എടാ സോറി ഈസ. നീ സോറി പറയണ്ട, എനിക്കറിയാം നീ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് അത് പറഞ്ഞില്ല എന്നുള്ളത്. നമുക്ക് ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ ഇവിടുന്ന് പോകാം. സോറിടാ, എൻ്റെ തീരുമാനം തന്നെയാണ്. നമുക്ക് പോകാം, അതാ നല്ലത്. ഇവിടെ നിൽക്കുന്നതിന് ഭേദം നമുക്ക് പോകുന്നത് തന്നെയാണ്. എടാ എന്താണ് സംഭവം? നിങ്ങളിത് എങ്ങോട്ടാണ് പോകുന്നത്? ഇസയും സ്നേഹിയും അവർക്ക് രണ്ടുപേർക്കും മറുപടി കൊടുക്കാതെ ക്ലാസ്സിൽ നിന്ന് പോകാൻ നിന്നപ്പോഴത്തേക്കും അവിടേക്ക് ചെക്ക് കയറി വരുന്നു. രണ്ടുപേരും എങ്ങ് പോകുന്നു? അല്ല, ഇത് ക്ലാസ് പീരീഡാന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ? എന്നിട്ട് രണ്ടുപേരോട് ഇത് എങ്ങനെ പോന്നു? അല്ല, ഈ കുട്ടിയതാ പുതിയതാണോ? ഏയ് അല്ല സർ, പുതിയ കുട്ടിയൊന്നുമല്ല സാർ. 2 ദിവസം അവൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് സാറിന് മനസ്സിലാവാതിരുന്നത്. അല്ല, തൻ്റെ പേരെന്താ? ഇങ്ങേർക്ക് ഇനി എന്തറിയണം? സർ, എൻ്റെ പേര് ഇസബെല്ല മാത്യു. ഓക്കെ ബെല്ല, ഇപ്പോൾ എന്തായാലും നിങ്ങൾ സീറ്റിൽ പോയിരിക്കേ. എൻ്റെ പീരീഡ് ഉണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. ഓക്കെ ഓക്കെ സർ. ഓക്കെ, പിന്നെ ബെല്ല, ഈ പീരീഡ് കഴിഞ്ഞപ്പോൾ താൻ എൻ്റെ ക്യാബിലേക്ക് ഒന്ന് വരണം. എന്താ ബെല്ല, ഞാൻ പറഞ്ഞത് കേട്ട് തന്നുണ്ടോ? താൻ വരാത്ത കാര്യത്തെക്കുറിച്ച് ഒരു ക്ലാസ് ടീച്ചറായ ഞാൻ അന്വേഷിക്കുന്നത് എൻ്റെ കടമയല്ലേ? പിന്നെ ഇപ്പോൾ ക്ലാസ് പീരീഡ് ആയതുകൊണ്ട് അതിനെപ്പറ്റി ചോദിച്ച് ക്ലാസ് ടൈം കളയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താൻ എൻ്റെ ക്യാബിലേക്ക് ഒന്ന് ഈ പീരീഡ് കഴിഞ്ഞ് പോവാം. ഓക്കെ, വരാതിരിക്കരുത്. ഓക്കെ സാർ.
അപ്പോൾ ഓക്കെ ബെല്ല, താൻ സിറ്റി പോയിരുന്നോളൂ. You kiss got me hoping you save me right now. Looking so crazy, your love's got me looking so crazy, your love. അപ്പോൾ ഓക്കെ, താങ്ക്സ് സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് അടുത്ത പീരീഡ് കാണാം. ദെൻ ബെല്ല, എൻ്റെ ക്യാബിലേക്ക് പോവാം. Touch your soul, 'cause boy I love. ആ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഇസ എടാ കൂൾ, എല്ലാവരും നമ്മളെ നോക്കുന്നേ. നീ ഒന്ന് സൈലന്റ് ആയിരി. എടാ ഇസ, നിനക്ക് എന്താ പറ്റി? എടാ എന്താടാ സ്നേഹ, ഇവൾക്ക് എന്താ പറ്റി? ഇവളെന്താ ഇങ്ങനെ പെരുമാറുന്നേ? ആ എവിടെ പോയാലും എനിക്ക് സ്വസ്ഥത തരില്ല. ബെല്ല എന്ന് വിളിച്ചാൽ ശല്യം ചെയ്യണമല്ലോ. അല്ല ഇസ, നിനക്കെന്ത് പറ്റി? സാറിന്റെ സൗന്ദര്യം കണ്ട് വട്ടായി പോയ നിനക്ക്. മരിയ, ഞാൻ അല്ലെങ്കിൽ തന്നെ ദേഷ്യത്തിലേക്ക് പോവാം. വെറുതെ എന്നെ ചൊറിയാൻ വന്നിട്ടല്ലോ എൻ്റെ കയ്യിൽ നിന്ന് നീ വാങ്ങും. അത് കൊള്ളാം, നീ ഇങ്ങനെ കടന്ന് കാണിക്കാൻ കണ്ടിട്ട് ചോദ്യം ചെയ്തപ്പോൾ നിനക്ക് അത് ദേഷ്യം വരുന്നുണ്ടല്ലേ? ഞങ്ങൾ പറയേണ്ട കുറ്റം നീ ചെയ്യുന്നതൊന്നും കുറ്റമൊന്നല്ലേ? അല്ല, ഞാൻ എന്ത് ചെയ്തു നീ പറയുന്നേ? ഞാൻ എന്താടി നിന്നോട് ചെയ്തേ? ഇവരിങ്ങനെ ബഹളം വെക്കുന്നത് കേട്ട് അവിടേക്ക് അലോഷി കയറി വരുന്നു. അല്ല, ഇവിടെ എന്ത് പ്രശ്നം? എന്താ എല്ലാവരും കൂടി തല്ലുണ്ടാക്കുന്നേ? ഇസ, സ്നേഹ, നിങ്ങളുടെ അടുത്ത് എൻ്റെ ക്യാബിൽ വരാൻ പറഞ്ഞല്ലേ? എന്നിട്ട് നിങ്ങളിവിടെ എന്ത് ചെയ്യുമോ? മര്യാദയ്ക്ക് എൻ്റെ ക്യാബിലേക്ക് വരാൻ നോക്ക്. പോടി പോയി ബാക്കിയുള്ളത് സാറിൻ്റെ നിന്ന് മേടിച്ച് കേട്ട് കേട്ടോ. വന്ന രണ്ടുപേരും ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നു. ഇസ, നീ ജേക്കരുടെ അടുത്തേക്ക് നോക്കൂ. പിന്നെ സ്നേഹ, നീ എൻ്റെ ക്യാബിലേക്ക് വാ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അല്ല, നിങ്ങൾ വരുന്നില്ലേ? എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തോണ്ടാണോ അതോ മനസ്സിലാവാത്ത രീതിയിൽ നിൽക്കുന്നതാണോ? നിങ്ങൾക്ക് ഞങ്ങളുടെ സ്വഭാവം അറിയാവുന്നതല്ലേ, എന്നിട്ട് എന്തിനാ ഇങ്ങനെ പെരുമാറുന്നേ? ഇനി ഞങ്ങളുടെ ആ പഴയ സ്വഭാവം നിങ്ങൾ എടുപ്പിക്കുമോ? മര്യാദയ്ക്ക് വരാൻ നോക്ക് രണ്ടും. വന്നോ? ഓ മൈ സ്നേഹ ബേബി ഡാർലിംഗ്, എന്ത് ലുക്കാ നിന്നിപ്പോൾ കാണാൻ. സാറിപ്പം എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? എന്ത് ചോദിക്കാനാ? അതെന്ത് ചോദ്യം എൻ്റെ ബേബി? ഞാൻ എൻ്റെ ബേബിയെ കാണാൻ വേണ്ടിയല്ലേ വിളിച്ചേ? എത്ര നാളിന് ശേഷം ഞാനിപ്പോൾ കാണുന്നേ. ഇപ്പോൾ ഒന്നും കൂടി ഹോട്ടായിട്ടുണ്ട് എൻ്റെ ബേബിയെ കാണാൻ. അലോഷി സ്റ്റോപ്പ്. നിനക്കറിയാവുന്നതാ എൻ്റെ മാരേജ് ഉറപ്പിച്ചിരിക്കുന്നതാ. എന്നിട്ടാണോ നീ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? സോ വാട്ട്? എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. പിന്നെ ഉറപ്പിച്ചിട്ടല്ലേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് ചാൻസ് ഉണ്ട്. എന്താ നിന്റെ ഈ സ്റ്റുപ്പിഡ് ടോക്കിന് എനിക്ക് നിന്ന് വരാൻ പറ്റില്ല. ആംലിനോ, നിക്ക്, പോവല്ലേ? എൻ്റെ കയ്യിന്ന് വിടാൻ ലോഷി, എൻ്റെ കയ്യിന്ന് വിടാൻ. And how you don't know how to keep your No, please. സാർ, അലോഷി സാർ. ഓ ഷിറ്റ്, ടൈമിംഗ് ഇല്ലാത്ത ഓരോ നിങ്ങൾ. ആരാത്? സാർ, ഞാൻ നിലയാ. ഞാൻ കയറി വന്നോട്ടെ? യാ, കമീൻ നില, താൻ കയറുവാടോ. ഓ താങ്ക് യു സാർ. സാർ, അസൈൻമെൻറ്റ്. ഓ നൈസ് നിള, താൻ കൊള്ളാലോടോ. ദെൻ സ്നേഹ, താൻ പൊക്കോളൂ. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? സ്നേഹം ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. അപ്പോൾ ഓക്കേടോ, താനും വിട്ടോ. എന്നാൽ ശരി, ക്ലാസ്സിൽ കാണാം. യാ ഓക്കെ സാർ, ബൈ. മേ ഗെറ്റിംഗ് സാർ? ആരിത്? മൈ സ്വീറ്റ് ഹാർട്ട്, കയറി വാ. എന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ നിനക്ക്? അല്ല, സാറെന്തിനാ എന്നെ വിളിപ്പിച്ചേ? അതെന്താ ബെല്ല, എനിക്ക് നിന്നെ വിളിച്ചൂടെ? പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. താനിപ്പോൾ പണ്ടത്തെക്കാളും കുറച്ചും കൂടി എന്തിനാ 10 ഇരട്ടി ഭംഗിയായിട്ടുണ്ട്. Then you look so hot. സാർ വിളിപ്പിച്ച കാര്യം പറഞ്ഞില്ല. അത് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊന്ന് പോവായിരുന്നു. Got
സാറിൻ്റെ കാണിക്കുന്നത് ചെക്ക് മറന്നേക്ക മാർ പ്ലീസ്, എനിക്ക് പോകണം. നിൽക്കെൻ്റെ പെണ്ണെ, എത്ര കാലത്തിനടുത്താ നിന്നെ ഇങ്ങനെ ഞാൻ അടുത്ത് കാണുന്നേ. JK, stop it and leave now. No, no, no. Bella, you smell nice. മാറി നിൽക്ക് പ്ലീസ്, എന്നെ വിട്ടേക്ക് പ്ലീസ് JK, then stop it. No, no. കരയാതെ, നിനക്കത് ചേരുന്നില്ല ബെല്ല. നീ എന്നെ അല്ലാതെ അങ്ങ് അട്രാക്റ്റ് ആക്കുമല്ലേ, അതുകൊണ്ടല്ലേ. JK, പ്ലീസ് എന്നെ വെറുതെ വിട്ടേക്ക് പ്ലീസ് പ്ലീസ്. No, no, my baby girl. Do please leave me. Oh, എൻ്റെ ബെല്ല. സർ, മേ ഐ ഗെറ്റ് ഇൻ? ഓ, ഇതിപ്പോ ആരേ വന്നിരിക്കുന്നേ? യാ, കമിങ്. സർ, ഞാൻ ഈ നോട്ട് തരാൻ വേണ്ടിയതാ. എൻ്റെ എല്ലാം കംപ്ലീറ്റാ. പിന്നെ സർ, എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. ഓ യാ, ഗുഡ്. ഏത് ഡൗട്ട്? വൺ സെക്കൻഡ്. ബെല്ല, തമ്പുകൊള്ളൂ. ഞാൻ പറഞ്ഞു മറക്കണ്ട. ഇവളെ നിനയ്ക്കും കരയുന്നേ എന്ത് പറ്റുണ്ടാവും? മനു, എന്താ നിനക്ക് കേട്ടോ? പറ. ആ സർ, ദേ ഈ പോർഷൻ എനിക്ക് മനസ്സിലാവാതെ. നമ്മൾ എന്ത് തെറ്റാ ചെയ്ത സ്നേഹം? നമ്മളോട് എന്തിനെങ്കിലും ഇവര് കാണിക്കുന്നത് എനിക്കറിയില്ലടാ. ഇതെങ്ങാനും ചെറിച്ചറിഞ്ഞ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ അവിടേക്ക് അവരുടെ ഗ്യാങ്ങുകളെല്ലാം വരുന്നു. ആ, നിങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നോ? നിങ്ങൾ ക്യാൻറ്റീനിലേക്ക് വരുന്നത് കണ്ടപ്പോൾ നിങ്ങളെ വിളിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നാ. അപ്പം നിങ്ങൾ ഇവിടുത്തെ സംസാരിച്ചോണ്ടിരിക്കുമായിരുന്നോ? എന്താ ക്യാൻറ്റീനിലേക്ക് വരാതിരുന്നേ? ഒന്നുമില്ലാതെ ഞങ്ങളിവിടെ ചുമ്മാ സംസാരിച്ചിരിക്കുമായിരുന്നു. നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടേ? വാ. ഇസ, നിന്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നേ? എന്താടാ, എന്താ പറ്റിയേ? ഒന്നുമില്ലടാ, അത് കണ്ണിൽ ചെറിയ പൊടി പോയതാ. അതാ, വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് പോവാം, വാ. അതും പറഞ്ഞുകൊണ്ട് ഇസയും സ്നേഹം അവിടെ നിന്ന് പോകുന്നു. ഏയ് ബെല്ല, വൺ സെക്കൻഡ്. Got me looking so crazy right now. Your love's got me looking so crazy right now. Got me looking so crazy right now. Your touch. എന്താ സാർ, എന്താ വിളിച്ചേ? ഏയ്, ഞാൻ നിങ്ങളെ വിളിച്ചേ, ബെല്ലയെ വിളിച്ചേ. ബെല്ല, നാളെ വരുമ്പോൾ നോട്ടെല്ലാം കംപ്ലീറ്റ് ആകണം. പിന്നെ അത് രാവിലെ തന്നെ എൻ്റെ ക്യാബിൽ കൊടുന്നാണ്. ഓക്കെ? പിന്നെ സ്നേഹ, താൻ അസൈൻമെൻ്റ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് നാളെ രാവിലെ തന്നെ എൻ്റെ ക്യാബിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ? താനും മറക്കണ്ട. അപ്പോൾ ഓക്കെ, നമുക്കെല്ലാവർക്കും നാളെ കാണാം. Then ബെല്ല, ബൈ. Got me looking so crazy right now. Your love's got me looking so crazy right now. Got me looking so crazy right now. Your touch got me looking so crazy right now. ബെല്ല, എല്ലാവരും ഇസ എന്നാലും വിളിക്കുന്നേ. ഈ സാർ എന്താ ബെല്ല എന്ന് വിളിക്കുന്നേ? ഓ, ഇങ്ങനെ എൻ്റെ കഞ്ഞിയിൽ പാറ്റിയാവോ? എന്നാ ബൈ, ഞങ്ങളും പോവാണേ. ഞാൻ അധികം നേരം നിൽക്കുന്നില്ല. ബൈ, സി യു, നാളെ കാണണം. അതും പറഞ്ഞുകൊണ്ട് ഇസയും സ്നേഹയും അവിടെ നിന്ന് വേഗം പോകുന്നു. അല്ലടം വെച്ചു, ഞാൻ ചോദിക്കണമെന്ന് വെച്ചതാ, നീ എന്താ കമ്പനിയിലേക്കൊന്നും പോവാത്തെ? അതെന്താ സാറാമ്മോ അങ്ങനത്തെ ഒരു ടോക്ക്? അല്ല, ഇതിനു മുമ്പ് ഞാൻ ഓഫീസിൽ പോയി നിന്നപ്പോ ഇവൻ എന്താ ഓഫീസിൽ പെറ്റിട്ടെടുക്കാണോ എന്നൊക്കെ ചോദിച്ച ആളാ. ഇപ്പൊ ചോദിക്കുന്ന കേട്ടില്ലേ ഓഫീസിൽ എന്താ പോവാത്തേന്ന്? ഓ, മോൻ അതുകൊണ്ടല്ലേ പോവാത്തെ. ഞാൻ വിചാരിച്ചു കമ്പനിയിൽ നിന്ന് അടിച്ച് പുറത്താക്കിന്ന്. അതെ, കുറെ നേരെ എന്നോട് ഇരുത്തി അപമാനിക്കുന്നു. ഒന്ന് നിർത്താമോ രണ്ടുപേരും? അതൊരിക്കലും നടക്കണ കാര്യമല്ല. എന്താന്ന് അറിഞ്ഞൂടാ, നിന്നിങ്ങനെ അപമാനിക്കുന്നത് കാണുമ്പോൾ ഓ, എന്തോ ഒരു മനസ്സിന് സന്തോഷം. അത് ശരിയാ, ഞാനാണിക്കൂടെ ചിരിച്ചിരിച്ചിരിക്കും വയ്യാണ്ടായി. ആ, ചിരിക്കടാ ചിരിക്ക്, നിങ്ങൾ എല്ലാവരും ചിരിക്ക്. ഇത് നിങ്ങളുടെ കൊലച്ചിരി ആയിരിക്കും.
എനിക്ക് വയ്യ എൻ്റെ മിച്ചു നിൻ്റെ ഒരു കാര്യം. ആ ഇതാര് ഈസയോ? ആ മോള് വന്നോ? മോളൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വാ, ചേച്ചി എന്തെങ്കിലും എടുത്തു വയ്ക്കാം. ആ സാറമ്മ വേണ്ട, എനിക്ക് ചെറിയൊരു തലവേദന പോലെ, ഞാനൊന്ന് കിടക്കട്ടെ. അല്ല അവൾക്കിത് എന്ത് പറ്റി പെട്ടെന്നൊരു തലവേദനയൊക്കെ? ഞാൻ അവളോട് ചെയ്തതിൽ പിന്നെ അവൾക്ക് നല്ല വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതായിരിക്കും അവളിങ്ങനെ മൂടോട്ടായിട്ട് നടക്കുന്നത്. പോയി സോറി പറഞ്ഞാലോ? എടി ചേച്ചിമാരെ, ഞാനിപ്പോൾ തന്നെ വരട്ടോ, ഒരു 5 മിനിറ്റ്. ഡാ മിച്ചു നിക്ക്, ദേ ഇത് കഴിച്ചിട്ട് പോ. എടാ ഓ അവനും പോയി. എന്റെ ചേച്ചി അത് ഇങ്ങോട്ടാ, ഞാൻ തിന്ന് തീർത്തരാ. എന്നാ കഴിച്ച. എന്തിനായിരിക്കും എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? ഇത് തെറ്റദ്ദേഹം ചെയ്തത്. ഇസ, വാതിൽ തുറക്ക്. ഞാൻ വാതിൽ തുറക്കുക. അവള് പെട്ടെന്ന് തന്നെ അവളുടെ കണ്ണീരെല്ലാം തുടച്ച് വാതിൽ തുറക്കാനായി പോകുന്നു. എന്ത് ചെയ്യാ വന്ന് എന്താ കാര്യം? ഇസ, എടാ നീ കരയുമായിരുന്നോ? എന്തെറ്റി? ഇല്ല ചെയ്യാ, ഞാൻ കരഞ്ഞൊന്നുമില്ല. അത് കണ്ണിൽ പൊടി പോയതുണ്ടാ, ഇച്ചേന് തോന്നിയതായിരിക്കും. കണ്ണിൽ പൊടി പോയാ ഇങ്ങനെയാണോ? ഇത് വല്ലാണ്ട് കണ്ണൊക്കെ കലങ്ങി ചുമന്നൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ ഇസ. എടാ ഞാൻ അന്ന് അടിച്ചതുകൊണ്ടാണോ? അതുകൊണ്ടല്ലേ ചായ, ഞാൻ പറഞ്ഞില്ലേ കണ്ണിൽ പൊടി പോയതുണ്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇസ കരയാതെ. സോറി, ഞാനിപ്പത്തെ തീശ തലടിച്ചതാണോ? സോറി. കരയാതെ. എടാ സോറി, എനിക്കറിയില്ല നീ ഇത്രയും അത് നിന്നെ വിഷമിപ്പിക്കുന്നുള്ളത്. ഇനി ഒരിക്കലും ഞാൻ നിന്നെ നുള്ളി നോപ്പിക്കില്ല. സോറി. കുറച്ചു നേരം എന്റെ കൂടെ ഒന്ന് കിടക്കാമോ? തിരിച്ചൊരു മറുപടി പോലും കൊടുക്കാതെ മിച്ച അവളുടെ കൂടെ തന്നെ കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൾ പതുക്കെ അവനെ നെഞ്ചോടായി അവളുടെ തല ചേർത്തു. അവളൊന്നും മയങ്ങിയെന്നറിഞ്ഞവൻ, ഇസ, വേറൊന്നിനും വേണ്ടി ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്ക. ആ നീ വന്നോ? അല്ലടാ ഇസയ്ക്ക് എന്ത് പറ്റി? അവളുടെ മുഖത്ത് ചെറിയൊരു വാട്ടം ഞാൻ കണ്ടായിരുന്നു. എന്താ പ്രശ്നം? വേറെന്ത്, ഞാൻ തല്ലി തന്നെ. നന്നായിട്ട് വിഷമമായിട്ടുണ്ട് അവൾക്ക്. ഞാൻ സോറി പറഞ്ഞു. ആളിപ്പോൾ കിടക്കുക. അതെന്തായാലും നീ ചെയ്തത് നന്നായി. ഞാൻ നിൻ്റെ അടുത്ത് പറയണമെന്ന് വെച്ചതാ, അവളുടെ അടുത്തൊന്ന് സോറി പറയാം. എന്തായാലും പ്രശ്നം സോൾവ് ആയല്ലോ, അതെന്തായാലും ഭാഗ്യം. എനിക്കിപ്പോഴൊന്നും സമാധാനമായി. അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ വല്ലാണ്ടായിപ്പോയി. സോറി പറഞ്ഞല്ലോ, അവളത് അക്സെപ്റ്റ് ചെയ്തല്ലോ, അതുകൊണ്ടൊരു ആശ്വാസമുണ്ട്. മീനു ജെനി അല്ല അവന്മാരൊന്നും വന്നില്ലേ? അവരാണോടാ? അവര് കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. ഞാൻ ഹരിയെ വിളിച്ചിരുന്നു. എന്നാ നമുക്ക് ഇവിടെ നിൽക്കണ്ടല്ലോ, നമുക്കൊന്ന് ക്ലാസ്സിൽ പോയാലോ? അവന്മാർ ലേറ്റ് ആവുന്നല്ലേ പറഞ്ഞേ. ഹലോ, നിങ്ങൾ ഞങ്ങളെ മറന്നിട്ടൊന്നുമില്ലല്ലോ? ടീമി ഇവന്മാരത്തെ എപ്പോ വന്നു? Un elefante muy elegante, la trompa muy larga, la trompa gigante. Muy larga. Un elefante muy elegante, la trompa muy larga, la trompa.